ഹായ് ഗായ്സ്, വെൽക്കം ടു എ പുതിയ ദിവസം, പുതിയ വ്ളോഗ്, പുതിയ വീഡിയോ, പുതിയ എന്തെങ്കിലും സംഗതി. ഓക്കെ, എന്തൊക്കെയുണ്ട്? സുഖം, സുന്ദരം, സുശീലം. ആദ്യം നിങ്ങളെ വിശേഷങ്ങളെല്ലാം അറിയിക്കാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, എനിവേ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ചർച്ച ചെയ്യുന്നത് മെയിനായിട്ട് ഒരു സംഗതി, അതായത് ഈ വീഡിയോ കാണുന്ന പകുതി മുക്കാൽ ആളുകൾക്കും നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അതേപോലെ തന്നെ ക്യാമറിൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും, കുറേ ഫേമസ് ആവാൻ താല്പര്യം ഉണ്ടാവും, കുറേ ആളുകൾ അറിയാൻ താല്പര്യം ഉണ്ടാവും, കുറേ ഇനാഗ്രേഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, എല്ലാം താല്പര്യം ഉണ്ടാവും, സോഷ്യൽ മീഡിയയിൽ ആക്ട് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സംഗതിയുള്ളൂ. പണ്ട് എനിക്കുണ്ടായിരുന്ന സെയിം സാധനം, അതായത് വേറെ ആളുകൾ എന്താ വിചാരിക്കുക, എൻ്റെ ചെങ്ങൈമാരിനെ കളിയാക്കൂലേ, വീട്ടുകാരെന്താ പറയുക, കുടുംബക്കാരെന്താ പറയുക, നാട്ടുകാരെന്താ പറയുക, എങ്ങനെ പുറത്തിറങ്ങി നടക്കുക, ഈ സംഗതികൾ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ മെയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തതും നിങ്ങൾക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തതും. അതിന് നമുക്കൊരു ബെസ്റ്റ് സൊല്യൂഷനും എന്നിൽ അറിയുന്നൊരു സംഗതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഇത്രയും കാലം വന്ന ഈ 7-8 വർഷം വന്ന ജേണി, അതേപോലെ തന്നെ ഞാൻ എന്തൊക്കെ ചെയ്തു, ഞാൻ എന്തൊക്കെ നേടി, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വ്ളോഗൊന്നുമല്ല, ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പറയുന്ന സംഗതികളിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻസ് നിങ്ങൾ എനിക്ക് കിട്ടുന്ന സാധനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേമാതിരി സെറ്റപ്പ് ചെയ്ത് തുടങ്ങി. ഇനി അധികം സംസാരിച്ച് ലാഗ് അടുപ്പിക്കുന്നില്ല. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയാണ് അറിയിക്കാനുള്ളത്. കാരണം നമ്മൾ 20,000 20K എന്ന സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, കാരണം യൂട്യൂബിൽ പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി നല്ല പണി, ചില്ലറ പണിയൊന്നുമല്ല. അതായത് നല്ലോണം മെനക്കിടണം. ലൈറ്റൊക്കെ ഓക്കെ അല്ലേ? ഒരു മിനിറ്റ്, ഓക്കെ, ലൈറ്റ് ഓക്കെയാണ്. നല്ലോണം മെനക്കിടണം, നല്ല പട്ടിപ്പണി എടുക്കണം, നല്ല ടാസ്ക്കാണ്. അപ്പോൾ 20,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് വളരെ വലിയൊരു കൗണ്ടാണ്. 20,000 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞ വലിയ കൗണ്ടാണ്. അതിന് ഒരുപാട് നന്ദി. കൂടെ നിന്നവർക്ക്, എൻ്റെ കുടുംബക്കാർക്ക്, കൂട്ടക്കാർക്ക്, ഫ്രണ്ട്സിന്, ഇത് കാണുന്നത്, ഇതുവരെ എന്നെ കാണാത്തവർക്ക്, ഞാൻ ഇതുവരെ കാണാത്ത ആളുകൾ, എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് 50,000, 1,00,000 പ്ലേ ബട്ടൺ, സിൽവർ പ്ലേ ബട്ടൺ, ഗോൾഡൻ പ്ലേ ബട്ടൺ, ഇതൊക്കെ നല്ല ലക്ഷ്യത്തിലേക്ക് എത്തണം. ഇൻഷാല്ലാ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, എനിവേ, ഞാൻ എന്ന് യൂട്യൂബ് തുടങ്ങി, ഞാൻ എന്തിന് തുടങ്ങി, അതൊക്കെ വലിയ കോമഡി. ഞാൻ എന്തിന് തുടങ്ങി, ഞാൻ എന്ന് യൂട്യൂബ് തുടങ്ങി, ഞാനെപ്പോൾ എനിക്ക് ഇതിന് മണി ഏൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഇതാക്കുന്നു, ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് തിങ്, ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2017 ജൂണിലാണ്. ഓക്കെ, 2017 ജൂണിലാണ് എൻ്റെ യൂട്യൂബിൽ 2017 ജൂൺ 4 എൻ്റെ യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ വരുന്നത്. ആലോചിക്കണം, 2017 പറയുമ്പോൾ ഏകദേശം ഒരു 8 വർഷമായില്ലേ? 8 വർഷം എന്തോ ആയി, 8-7 വർഷം. ഓക്കെ, അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോളൂ. 2017, അതായത് ഞാൻ ഇതിലേക്ക് വന്ന ഒരാളല്ല. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക്, ഈ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം മ്യൂസിക്കലി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ? ടിക്ടോക്കിൻ്റെ മുന്നേ ആദ്യം ഡബ് സ്മാഷ് ആയിരുന്നു, പിന്നെ അതെന്തായി, പിന്നെ മ്യൂസിക്കലി ആയി, പിന്നെ ഡബ് സ്മാഷ് എപ്പോഴും ഉണ്ട്, പിന്നെ മ്യൂസിക്കലി, പിന്നെ ടിക്ടോക്കായി, പിന്നെ ടിക്ടോക്ക് പോവുകയും ചെയ്ത്. ഈ മ്യൂസിക്കലുള്ള സമയത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യം. അതായത് ആക്ട് ചെയ്യുക, ഈ പറഞ്ഞ പോലെ ഓരോ ഡബ് സ്മാഷ് ചെയ്യുക, മൂവി സ്പൂഫ്സ് അത് ചെയ്യുക, അതൊക്കെയാണ് എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പം ഞാൻ ഡബ് സ്മാഷിൽ അത്യാവശ്യം നല്ല ആക്റ്റീവായിരുന്നു, മ്യൂസിക്കലിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. മ്യൂസിക്കലിൽ ഞാൻ ടിക്ടോക്ക്, എൻ്റെ പേര് മാറിയിരുന്നു, ഭയങ്കര ആക്റ്റീവായിരുന്നു. അതിൽ കുറച്ച് അത്യാവശ്യം ഫോളോവേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മ്യൂസിക്കലി മാറി ടിക്ടോക്ക് ആവുന്ന സമയവും പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്നത് എൻ്റെ അവിടെ ഉണ്ട് ഒരു iPhone 6 ആയിരുന്നു. അതിലാകെ 32 GB ഇതിൻ്റെത് ഉള്ളൂ. ഓക്കെ, ഈ കഥകൾ മുഴുവൻ കേട്ടാലേ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. 32 GB iPhone 6 ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ ഏകദേശം 100 കണക്കിന് മ്യൂസിക്കലി, അതായത് ടിക്ടോക്കുകൾ ഞാൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്പേസ് ഫുള്ളായി കംപ്ലീറ്റ്. എനിക്ക് പിന്നെ ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല. ഞാനാണെങ്കിൽ അന്ന് ദുബൈയിലാണ്, 7ാം ക്ലാസ്സിലാണ്, 7 പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് ദുബൈയിലാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ഈ ഇതൊന്നും എങ്ങോട്ടും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഐഫോണിൻ്റെ പിന്നെ മെമ്മറി കാർഡൊന്നും ഇല്ല. അപ്പോൾ ഇത് എവിടേക്ക് സ്റ്റോർ ചെയ്ത് എനിക്കൊരു ഐഡിയ ഇല്ല.
ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം കൂടെ ഇൻഷോർട്ടിലിട്ട് കാണും കംപ്ലീറ്റ് എല്ലാ അതിലുണ്ടായിരുന്ന 104 വീഡിയോ അങ്ങനെ എന്തോ ഉണ്ടാക്കി. ഈ 104 വീഡിയോയും എല്ലാം ഇൻഷോർട്ടിലിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് എല്ലാം എന്ത് ചെയ്ത് ഞാൻ യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ഇട്ട്. ഇതിൽ നിന്ന് പൈസ കിട്ടുന്നോ, ഇതിൽ നിന്ന് ആളുകൾ പൈസ ഉണ്ടാക്കുന്നോ ഒന്നും എനിക്കറിയില്ല. ഒന്നും അന്ന് ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും എനിക്കറിയില്ല. അത് ഇട്ട് കഴിഞ്ഞ് വിത്തിൻ ഡേയ്സ് സാധനം പറഞ്ഞ് പോയി. അലാക്കിൻ്റെ കയറ്റ കയറിയത്. നമ്മൾ ആലോചിക്കണം, 2017 ആ വീഡിയോക്ക് എനിക്ക് കിട്ടിയ റീച്ച്, ഞാൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ആ വീഡിയോക്ക് എനിക്ക് കിട്ടിയ റീച്ച് 1,70,000 1.7K അല്ലല്ല 1,07,000 തോന്നുന്നു, അതായത് 1,71,000 അതോ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത്രയും വ്യൂസ് എനിക്ക് കിട്ടി ആ സമയത്ത്. ഇപ്പോൾ പോലും എൻ്റെ ചാനലിൽ നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഒരു 10K എബോവ് വ്യൂസ് ഉള്ള വീഡിയോ നമുക്കില്ല, നിലവിലില്ല. നമ്മൾ മാക്സിമം വ്യൂസ് പോയത് 6.something K വ്യൂസ് ഉള്ളതാണ്. 2017 ഈ സാധനം ഇത്രയും വ്യൂസ് കിട്ടി. അപ്പം ഞാൻ ഇതെന്താ ലൈക്ക് അത്രയും കമൻസും വന്നു, 1000-something കമൻറ്റ്, പിന്നെ 400-something കമൻറ്റ്, 1000-something ലൈക്ക് എല്ലാം വന്ന്. അതിൽ നിന്ന് വന്ന സബ്സ്ക്രൈബേഴ്സാണ് 860-something എന്ന സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വന്ന് യൂട്യൂബിൽ. അപ്പം ഞാൻ ഇതെന്താ സംഭവം, ഒന്നും മനസ്സിലാവണില്ല. അതായത് ആളുകൾ ഇങ്ങനെ ഫുൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, അടിപൊളി വീഡിയോ മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞു. നെഗറ്റീവ് ഒന്നും നമുക്കൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് എല്ലാവരും കാണുന്ന സംഗതി. അപ്പം ഇങ്ങനെ വ്യൂസ് ഇങ്ങനെ അടിച്ച് കയറുന്നു, എല്ലാം കയറി സാധനം. അപ്പം ഞാൻ എന്തിനാ അവിടെ കൊണ്ടുപോയിട്ടത്, ഇവിടെ സ്റ്റോറേജ് ഫുള്ളായിട്ട് അവിടെ കൊണ്ടുപോയിട്ടു, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇട്ടതല്ല. അത്രയും വ്യൂസ് അടിച്ച് കയറിയ സാധനം പിന്നീട് ഞാൻ ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല, ഒന്നും. പിന്നെ ഞാൻ ഇടുന്നത് ഏകദേശം 2024 ഡിസംബറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. 2024 2023 ഡിസംബറിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇതിലേതാ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് പിന്നെ ഫസ്റ്റിലിടുന്ന വീഡിയോ, ഞാൻ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ 2023 24 ഏതോ ഡിസംബർ മാസമാണ് ഞാൻ പിന്നെ ഇടുന്ന ഫസ്റ്റ് വീഡിയോ. അത്രയും ടൈം ഗ്യാപ്പ് വന്നു. ഓക്കെ, എനിക്കിതിൽ നിന്ന് അറിയില്ല, അതായത് ഇന്ന് പൈസ കിട്ടുമോ മറ്റേ മറിച്ച് ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കാലയളവിലൊന്നും ഇതിൽ യൂട്യൂബിലൊന്നും അങ്ങനെ ലൈക്ക് ഫോക്കസ് ചെയ്യായിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ അക്കൗണ്ട് പോയി തപ്പിക്കഴിഞ്ഞാലും ആ ടിക്ടോക്ക് വീഡിയോ നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, കാരണം ഞാനിത് കോളേജിൽ ഒരു ഫസ്റ്റ് ഇയർ കയറിയ സമയത്ത് തന്നെ, ഇനിയിപ്പോൾ കോളേജിൽ ലൈക്ക് ചെക്കന്മാർ ട്രോളണ്ട അല്ലെങ്കിൽ ചെക്കന്മാർ കാണണ്ട, ഇന്നെ കളിയാക്കും ഉള്ളത് കൊണ്ട് തന്നെ, പണ്ടത്തെ ഒരു മ്യൂസിക്കൽ സാധനമല്ലേ ഉള്ളത് കൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ നൈസിൽ പ്രൈവറ്റാക്കി വെച്ച്. കോളേജിൽ കയറിയ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്ത് ഈ വീഡിയോ പ്രൈവറ്റാക്കി വെച്ച്. പിന്നീടാണ് ഈ പറഞ്ഞ 2023 24 ഡിസംബറിൽ അത് അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ സമയത്താണ് ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ബ്ലോഗ് ഇടുന്നത്. അന്ന് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോപ്പുലാരിറ്റി ഇല്ല. അതായത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അൽഹംദുലില്ലാ മോർ ദാൻ യൂട്യൂബിനെക്കാട്ടിലും നമുക്ക് എന്തുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് പോപ്പുലാരിറ്റി ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം 1,34,000, അതായത് 134K ഫോളോവേഴ്സ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ 12 മില്യൺ പ്ലസ് റീച്ചും നമ്മളെ അക്കൗണ്ടിനുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. അതായത് അത്ര റീച്ച് പോലും നമുക്ക് യൂട്യൂബിൽ നിലവിൽ ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അന്ന് അതും ഇല്ല. അന്ന് ആകെ ഇൻസ്റ്റഗ്രാമിൽ ഈ പറഞ്ഞ അക്കൗണ്ടിന് തന്നെ വെറും 200-300 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ അന്ന് ഈ വീഡിയോ ഇടുന്ന സമയത്ത് ലൈക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്ര ഇങ്ങനെ സംസാരിക്കാനാണ് ഇഷ്ടം. കുറേ ലൈക്ക് ലോങ് വ്ളോഗ് ചെയ്യുക, അതായത് കുറേ നല്ല ലൈക്ക് ഇങ്ങനെ മെയിൻ വ്ളോഗ് ചെയ്യുക, മെയിൻ യൂട്യൂബ് വ്ളോഗ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അല്ലാതെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ കാണുന്ന പോലെ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യണതല്ല എനിക്കിഷ്ടം. അതല്ല എൻ്റെ കപ്പ് ഓഫ് ടീ. ഓക്കെ, ഇതാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിൽ റീച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല, നല്ല പണിയാണ്, നല്ല മെനക്കെട്ടുള്ള പണി. അല്ലെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ യൂട്യൂബിൽ മെയിൻ വീഡിയോ ഇട്ട് തുടങ്ങി. അത് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ എല്ലാവരോടും പറയടാ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളിൻ്റെ ഫസ്റ്റ് വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് നല്ലോണം അറിയാം ഈ സംസാരിക്കുന്നതിൻ്റെ പകുതി പോലും ഞാൻ സംസാരിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ കാണാം, ഞാൻ അവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട്. നോക്കിയാൽ നോക്കിയാണ് ഞാൻ വീട്ടിൽ ഒരു അവൻ വാങ്ങിയിട്ട് സർപ്രൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഫസ്റ്റ് കിടക്കുന്നത്. ഇതിൻ്റെ പകുതി പോലും സംസാരിക്കുന്നില്ല. പക്ഷേ അതിങ്ങനെ നമ്മൾ മമ്മൂക്ക പറഞ്ഞ പോലെ പോളിഷ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ ഒരു നിലവിൽ സംസാരിക്കുന്നത്. അന്ന് ഞാൻ ലോങ് വീഡിയോ ചെയ്യാൻ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട്. ലൈക്ക് ഇതിൽ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി. അതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ചെയ്ത് വന്നു, ലൈക്ക് കുഴപ്പമില്ലാത്ത റീച്ച് ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒരു പറഞ്ഞ സാധനം നമുക്ക് അതിൽ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത്, ലൈക്ക് ആളുകൾക്ക് ഇന്നറിയില്ലല്ലോ, വെറും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു 200-300 ഫോളോവേഴ്സോ.
ആളുകൾക്ക് എന്നെ അറിയൂല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, എന്നാൽ ആളുകൾക്ക് എൻ്റെ ഫേസ് ഒന്ന് ഫെമിലിയർ ആവട്ടെ, ഞാൻ ആദ്യം ഇന്നെ മാർക്കറ്റ് ചെയ്യട്ടെ, ലൈക്ക് എൻ്റെ ഫേസ് ആളുകൾക്ക് മനസ്സിലായിട്ട് ഞാൻ എന്താണ് അല്ലെങ്കിൽ ഞാൻ ആരാണെന്നുള്ള സാധനം ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ട് നേരെ ഇൻസ്റ്റയിലേക്ക് കാലുത്തി. എന്നെ സംബന്ധിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മെയിൻ വ്ളോഗ് ഇങ്ങനെ എടുത്ത് പോകാനാണ് ഇഷ്ടം. ഇൻസ്റ്റയിൽ അത് നടക്കില്ല, അതിന് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. ലൈക്ക് യൂട്യൂബിൽ അങ്ങനെ ടൈം ലിമിറ്റേഷൻസ് ഒന്നുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും സിനിമ ഇറക്കണമെങ്കിൽ സിനിമ ഇറക്കാം, നോ സീൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിൽ അങ്ങനെ ടൈം ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് ഞാനിവിടെ എന്ത് കോണ്ടന്റ് ചെയ്യുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പലത് പയറ്റിയിരിക്കണം ഇൻസ്റ്റാഗ്രാമിൽ, പലത്. നിങ്ങളെൻ്റെ അക്കൗണ്ട് താഴെ പൊക്കോ, ഞാൻ ഒരു വീഡിയോ പോലും ഇൻസ്റ്റാഗ്രാമിൽ ഡിലീറ്റ് ചെയ്തിട്ടില്ല, താഴെ പൊക്കോ. പണ്ട് കോളേജിലത്തെ ഓരോരോ വീഡിയോസ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈക്ക് ഞാൻ എല്ലാം കറക്റ്റ് ഓർഡറിലല്ലെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞില്ല, പാട്ട് പാടിയിട്ട് ഞാൻ എല്ലാം ട്രൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ മീം ഉണ്ടാവില്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഷെഹറിയാർ CM എന്ന് പറഞ്ഞ ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ അറിയുമെന്ന് എനിക്കറിയില്ല. അതേപോലെ കൈൻഡ് ഓഫ് ഓരോ മീമുകൾ ചെയ്തിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു റിയാക്ഷൻസ് ചെയ്തിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ചന്ദനമഴ അല്ലെങ്കിൽ പരസ്പരം എന്നുള്ള സീരിയലൊക്കെ കുറച്ച് ട്രെൻഡായ സമയത്ത് അതിൻ്റെ റിയാക്ഷൻ കുറേ പിടിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് ട്രെൻഡിങ് ആയ സമയത്ത് അതിൻ്റെ ഒരുപാട് സംഗതികൾ, അതാണ് പിന്നെ എനിക്ക് കുറച്ച് ആളുകളിലേക്ക് ഫോളോവേഴ്സ് കയറാൻ എന്നെ സഹായിച്ചത്, ബിഗ് ബോസ് എന്നുള്ള സംഗതി. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെല്ലാം ചെയ്തത്, ലൈക്ക് എൻ്റേതായിട്ടുള്ളൊരു ഓരോരോ സംഗതികൾ പല ഇപ്പോൾ ഈ ടിക്ടോക്ക് പോലത്തും ഡബ് സ്മാഷ് പോലത്തെ എല്ലാം ഞാനതിൽ പയറ്റിയിരിക്കണം. എല്ലാം അതിലൊക്കെ നമുക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂസ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും ആയിരുന്നില്ല ലൈക്ക് എൻ്റെ ഒരു തലവര കിടക്കണത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്യുന്നത്, ലൈക്ക് വീട്ടിലത്തെ ഞാനിപ്പോൾ ഇർഫാന ഇബ്രാഹിം, അതേപോലെ തന്നെ ഒരാളും കൂടി ഉണ്ടായല്ലോ, എനിക്ക് അയാളുടെ പേര് ഓർമ്മയില്ല, രണ്ടാളുകൾ ഇൻസ്റ്റയിൽ ഒരു ഹോം ടൂർ ചെയ്ത്. അതേപോലെയാണ് ഞാൻ എൻ്റെ ഹോം ടൂർ എന്തുകൊണ്ട് ചെയ്തുകൂടാ, ലൈക്ക് ഞാൻ ഇവിടെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഞായറാഴ്ച ഹായ് ഗൈസ് വെൽക്കം ടു എ പുതിയ ദിവസം, ലൈക്ക് ഇതാണ് ലൈക്ക് വെൽക്കം ടു RS സെൻറ്റിലെ സ്വർഗം, ലൈക്ക് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ വീടിൻ്റെ വീഡിയോ ഫസ്റ്റ് ഇടുന്നത്. ഇത് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് പറഞ്ഞ് പോയിട്ട് 2 മില്യൺ കയറി, സാധനം കംപ്ലീറ്റ് 2 മില്യൺ കയറി. ഈ 2 മില്യൺ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിമ പിടിക്കാം, ഓക്കെ നമുക്ക് മില്യൺ ആദ്യമായിട്ട് കിട്ടുന്നത്, ഇതിമ പിടിച്ചിട്ട് ഞാൻ മില്യൺ ആദ്യമായിട്ടല്ല, ബിഗ് ബോസിൻ്റെ വീഡിയോയിൽ എന്തൊക്കെ ഒരു 1-2 മില്യൺ കിട്ടിയത്, ഇതിമ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തൂങ്ങി പിടിച്ചു. അതിൻ്റെ ഹോം ടൂറിൻ്റെ 5 പാർട്ട് ഇറക്കി ഞാൻ കംപ്ലീറ്റ്ലി. അതായത് ഒരു പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, ഫോർത്ത് പാർട്ട്, ഫിഫ്ത്ത് പാർട്ട്, അങ്ങനെ 5 പാർട്ട് ഇറക്കി. 5 പാർട്ടിന് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്. ആദ്യം നമുക്ക് നല്ലൊരു ഫോളോവേഴ്സ് കയറി. വെറും 300, 400, 500, 1000 ഫോളോവേഴ്സിൽ നിന്ന് ഞാൻ എത്തിപ്പെട്ടത് ഏകദേശം 7000, 8000 ഫോളോവേഴ്സിലേക്ക് എത്തി ഈ ഹോം ടൂറിൻ്റെ ഒരൊറ്റ വ്ളോഗ് കൊണ്ട് മാത്രം. ഓക്കെ, അപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ലൈക്ക് എനിക്ക് എൻ്റെ ട്രാക്ക് ഏതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, മനസ്സിലായോ? ഹോം ടൂർ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിപ്പോൾ നമുക്ക് മാക്സിമം എന്തെല്ലാം കാണിക്കാൻ പറ്റും, ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വീട്ടിലൊന്നും കാണിക്കാൻ പറ്റില്ല. അതായത് പിന്നെ വീട്ടിലൊന്നും ഇല്ല കാണിക്കാൻ, അതാണ് റിയാലിറ്റി. അങ്ങനെ ഹോം ടൂർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക പഠിച്ചോനെ, ഇനി ആളുകൾ ഇവിടെ വന്നിരിക്കണമല്ലോ, ലൈക്ക് ഇന്നെ വിശ്വസിച്ച് ഇന്നെ ഫോളോ ചെയ്ത ആളുകൾ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും ഞാൻ വിചാരിച്ച്. അപ്പോൾ പിന്നെ ഇങ്ങനെ ആലോചിച്ച് അപ്പോഴാണ് നമ്മളെ നോമ്പിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നോമ്പിൻ്റെ സീരീസ്, ആ നോമ്പിൻ്റെ സാധനം ഞാൻ ഇവിടെ പിടിച്ച്. ഞാൻ ഇപ്പോഴും പറയുന്നത് 2025 നോമ്പ്, യെസ് 2025 നോമ്പിൽ ഒരു മനുഷ്യക്കുട്ടിയും ഒരു വ്ളോഗറും ഒരു കോണ്ടന്റ് ക്രിയേറ്ററും ഒരു ഇൻഫ്ലുവൻസറും ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു സാധനമാണ് ഞാൻ ചെയ്തത്. അത്ര ധൈര്യത്തിൽ പറയാൻ പറ്റും. അതായത് ഈ നോമ്പിന് 30 ദിവസം നമ്മൾ 30-31 ദിവസം നമ്മൾ നോമ്പുണ്ടാവുക. ഈ 30 ദിവസത്തെയും 31 ദിവസത്തെയും കംപ്ലീറ്റ് വ്ളോഗ് നമ്മൾ ഇട്ടു. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിപ്പോൾ എല്ലാവരും ഇടുന്നതല്ലേ ചില കോണ്ടന്റ് ക്രിയേറ്റർ, പക്ഷേ അന്നാന്നത്തെ വ്ളോഗ് അന്നാന്നിട്ട ഒരാളാണ് ഞാൻ. ആലോചിക്കണം, അത് ഒരു ദിവസം പോലും ലാഗില്ലാതെ, ഒരു ദിവസത്തെ സാധനം പോലും നേരെ പിറ്റത്തെ ദിവസം ഇടാതെ അന്നാമത്തെ സാധനം അന്നാന്നിട്ട ഒരാളാണ് ഞാൻ രാവിലെ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഗരാജിൽ ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ പോയിട്ട് അവിടുത്തെ പണികളെല്ലാം തീർക്കും, എന്നിട്ട് നേരെ നോമ്പറക്കാൻ വേണ്ടിയിട്ട് വരും. ഇതെല്ലാം വ്ളോഗായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് വരും, എന്നിട്ട് നോമ്പറക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ നേരെ ഈ റൂമിലേക്കാണ് വരും. ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് അന്നാമത്തെ വ്ളോഗ് അന്നാന്ന് അപ്പിരുന്ന് എഡിറ്റ് ചെയ്യും. ഞാൻ അപ്പിരുന്ന് എഡിറ്റ് ചെയ്തിട്ട്, കാരണം 7 മണി സമയത്ത് ബാങ്ക് കൊടുത്തിട്ട് അപ്പോൾ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ 8 മണി 8:30 ഉള്ളിൽ ഞാൻ വീഡിയോ ഔട്ട് ചെയ്യും. 8:30 അപ്പുറത്തേക്ക് 9 മണിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. ആ സമയം കൊണ്ട് ഞാൻ വീഡിയോ ഔട്ട് ചെയ്യും. അങ്ങനെ ഒരു മാസമാണ് ഞാൻ കംപ്ലീറ്റ്ലി പണിയെടുത്തിട്ട് അന്നാമത്തെ വ്ളോഗ് അന്നാന്ന് തന്നെ ഇട്ടത്. അത് ആരും ഇടുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല.
യൂട്യൂബിൽ ചിലപ്പോൾ കുറേ ആളുകൾ ഇടുന്നുണ്ടാവാം, പക്ഷേ യൂട്യൂബിൽ ഇടാൻ വളരെ എളുപ്പം. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കുന്ന വീഡിയോ എനിക്ക് യൂട്യൂബിലിടാൻ ഒരു പണിയില്ല, 5 മിനിറ്റ് അടുത്ത പണികൾ എനിക്ക് യൂട്യൂബിലിടാൻ. എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? അതായത് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതിങ്ങനെ ഒറ്റ ടേക്കിൽ പോകുന്നതല്ലേ. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ട്രിം ചെയ്യാണ്ടാവും, അതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു മാസം അവിടെ കൺസിസ്റ്റൻസ് ആയിട്ട് കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ പോലെ എനിക്കൊരു 13K, അതായത് 10K എന്നുള്ള സ്വപ്നമൊക്കെ കഴിഞ്ഞ് 13K എന്നുള്ള ഫോളോവേഴ്സിലേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് എനിക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമായിരുന്നു. കാരണം ആളുകൾക്ക് എന്നെ മനസ്സിലായി, എനിക്ക് ഡെയിലി വ്ളോഗാണ് എൻ്റെ ഒരു കോണ്ടന്റ് ഞാൻ മനസ്സിലാക്കി, ഇതാണ് എൻ്റെ ഒരു ട്രാക്ക് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. കാരണം ആ ഒരു മാസം പണിയെടുത്തുകൊണ്ട് തന്നെ. ഇനി ഇൻഷാല്ലാ മാഷാല്ലാ ലൈക്ക് അടുത്ത മാസം നമ്മൾ നോമ്പ് വരികയാണ്, അല്ലെങ്കിൽ ഈ മാസം നമ്മൾ 31 തീയതി അല്ലേ, നമ്മൾ ഫെബ്രുവരിനല്ലേ നോമ്പ് വരുന്നത്, ആണോ അത് മാർച്ചിലോ? 20 ദിവസം അങ്ങനെ എന്തായാലും ഉള്ളൂ നോമ്പ് വരികയാണ്. അപ്പോൾ നമുക്ക് ആ ട്രാക്ക് അതേമാതിരി പിടിക്കണം, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ എനിക്ക് അത്രയും എളുപ്പമായി. പിന്നെ എനിക്ക് ഒരുപാട് ഇനോഗ്രേഷൻസ് കിട്ടാൻ തുടങ്ങി, പ്രൊമോഷൻസ് ഒരുപാട് കിട്ടാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ കുറേ കൊളാബ്സ് കാര്യങ്ങൾ, ലൈക്ക് റീച്ച്, ഗീവ് അവേസ്, നമ്മൾ 2-3 13 Pro ആയിട്ടും 11 ആയിട്ടും കുറച്ച് ക്യാഷ് പ്രൈസ് ആയിട്ടും എല്ലാം നമ്മൾ ഗീവ് അവേ കൊടുത്തു. അങ്ങനെ ഇത്രയും ഒരു 1-2 വർഷം കൊണ്ട് ലൈക്ക് ഞാൻ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഈ പറഞ്ഞ പോലെ അന്ന് ആ 7 വർഷം മുന്നേ ആ ഇട്ട സംഗതിയിലാണ് എൻ്റെ ജേർണി തുടങ്ങുന്നത്. പിന്നെ അത്രയും ഒരു ടൈം ഗ്യാപ്പ് വന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എത്തി നിൽക്കുന്നത് 2026 ഈ ജാനുവരി 31 തീയതി എത്തി നിൽക്കുമ്പോൾ യൂട്യൂബിൽ നമുക്ക് 20,000 സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് 134K ഫോളോവേഴ്സും ക്രോസ് ചെയ്ത് നിൽക്കണം, അൽഹംദുലില്ലാ. ഇതാണ് എൻ്റെ ഒരു ജേർണി കിടക്കുന്നത്. ഇപ്പോഴും ഞാൻ ഒരിക്കലും സക്സസ് ആയി എന്ന് ഞാൻ പറയുന്നില്ല. നമ്മളൊരിക്കലും സക്സസ് എന്നുള്ള സാധനത്തിൽ ലൈക്ക് സക്സസ് ആവുന്നില്ല മീൻസ് നമ്മൾ ഡെയിലി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളെ ജേർണി എവിടെ നിൽക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സംഗതികൾ, അതായത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവും, അത് കംപ്ലീറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന ഇങ്ങനെ വിരൽ ഞൊടിച്ചാൽ സാധനങ്ങൾ മുമ്പിൽ എത്തുന്നത് വരെ സക്സസ് ആവുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, മനസ്സിലായോ? അതായത് അങ്ങനെയാണ് എൻ്റെ ജേർണി കിടക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇതേ ഒരു പോലത്തെ ഒരു ട്രാക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം നോക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം ചിന്തിക്കണം, എങ്ങനെ വീഡിയോ എടുക്കും, ഏത് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യും, ലൈക്ക് അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോണത്. ഇതാണ് ഇത്രയും നേരം എൻ്റെ ഒരു ജേർണി ഞാൻ പറഞ്ഞത്. എൻ്റെ ജേർണി പറയുകയാണെങ്കിൽ കുറേ പറയണം, പക്ഷെ നിങ്ങൾ എൻ്റെ ജേർണി കേൾക്കാനല്ലല്ലോ വന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും എൻ്റെ കാര്യം പറഞ്ഞത്. ഇതിമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ ഇനി നിങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസിൻ കെയർ എന്നാണ്. അതായത് ഡസിൻ കെയർ, ഹൂ കെയർസ്. അതായത് നിങ്ങൾ ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കണം. അത് നിങ്ങൾക്ക് എത്ര നിങ്ങൾ ശ്രമിച്ചാൽ പോലും നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, ഞാൻ വീഡിയോ ഇടണോ, എന്താണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആകെ പേടിയാണ്, എല്ലാവരും എന്താ വിചാരിക്കുക. നിങ്ങളതിൽ വിശ്വസിക്കാതെ നിങ്ങളെ കൊണ്ട് വയ്ക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ നിങ്ങളെ ഇതിലേക്ക് വലിച്ചഴക്കുന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിൽ വിശ്വസിക്കുക. ഓക്കെ, ലൈക്ക് എന്താ പറയുക, ആദ്യം നിങ്ങൾ തൊട്ട ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ഓനെ കളിയാക്കി ചിരിക്കുകയാണെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട, നോക്കിയേ വേണ്ട. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അന്ന് പല ചങ്ങായിമാരും എന്നെ കളിയാക്കിയിരിക്കുന്നത്, പലരും മറ്റോടത്തേക്കുള്ള വർത്താനം എന്നോട് പറഞ്ഞാണ്. അതിൽപ്പെട്ട ആളുകൾ തന്നെ ഇന്നിപ്പോൾ വിളിക്കാറ്, മെസ്സേജ് ചെയ്യാറുണ്ട്. എടാ എനിക്കൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഇതൊന്ന് കൊളാബ് ചെയ്ത് തരും, എടാ എനിക്കതുണ്ട്, ഒന്ന് സെറ്റപ്പ്, ഒരു പ്രൊമോഷൻ ചെയ്ത് തരും, ഒരു വീഡിയോ ചെയ്ത് തരും, ഒന്ന് സ്റ്റോറി ഇട്ട് തരും. ടൈം വരും, ഓക്കെ, സാധനം കറങ്ങി തിരിഞ്ഞടിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ വേറുള്ളവർ ചിന്തിക്കുന്നു എന്നുള്ളതിൽ പ്ലീസ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ബോധേഡ് ആവരുത്. വേറുള്ളതാൾ ഇനിയിപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, നിങ്ങൾ ഓരെന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് നിന്നാൽ കാലാകാലം അങ്ങനെ നിൽക്കുള്ളൂ. ഇവർക്കൊരു കൂസലുണ്ടാവില്ല. ഇവർ നെഗറ്റീവ് പറയാനും ലൈക്ക് എന്താടാ അത്, എന്ത് ക്രിഞ്ചാടാ, അങ്ങോട്ട് അത്രയും ക്രിഞ്ചുള്ള സാധനം ഇടും ചെയ്തിട്ടോ. ഓക്കെ, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അത് ഇങ്ങനെ പറയാൻ ഓരോ പഠിച്ചോനെ ഏൽപ്പിച്ച പണി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കീറ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളത് കേട്ടോളി. ഈ ചെവിക്കൂടെ കിട്ടും, മറ്റേ ചെവിക്കൂടെ വിട്ടോളൂ, മൈൻഡ് ആക്കണ്ട. കാരണം എത്ര അലിൻ ജോസ് പെരേര വരെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത്രയും തൊലിയുരിഞ്ഞ് കളിക്കണം എന്നല്ല പറയണത്. ഇപ്പം ആർക്കും ഈ പറഞ്ഞ പോലെ വേറെ ആളുകൾ എന്ത് വിചാരിക്കുന്നു ആരും കെയർ ചെയ്യുന്നില്ല. ഞാൻ നഫ്സി എൻ്റെ തടി എന്നാണ് എല്ലാവരും തിങ്ക് ചെയ്യണത്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മാറ്റുക. അതാണ് മെയിൻ സാധനം. വേറെ ഉള്ളവർ എന്താ വിചാരിക്കുക, അങ്ങനെ ആണ് മെയിൻ സാധനം. രണ്ടാമത്തെ, നിങ്ങൾ ഒരു കോണ്ടന്റ് സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾ എന്തിലാണ് സ്പെഷ്യലൈസ്ഡ്, നിങ്ങൾക്ക് എന്ത് വീഡിയോ ചെയ്യാനാണ് ഇഷ്ടം. ലൈക്ക് പല കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ പല കാറ്റഗറി ഉണ്ട്.
അതായത് വെറുതെ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് ഒരു കോണ്ടന്റ് ആക്കാം, അതായത് ഇപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ അങ്ങനെ ഒരു കോണ്ടന്റ് ആക്കാം, പല പല സംഗതിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തിലാണ് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് അത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അറിയുണ്ടാവും, നിങ്ങൾ എന്തായാലും കണ്ടെത്തുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പല വഴികളും നോക്കുക. അത് കുറച്ച് സമയം എടുക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ പാട്ട് പാടി നോക്കിക്കൊണ്ട് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്, പല പല ട്രോൾ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് എൻ്റെ പേജിൽ പോയാൽ കാണാം. ഞാൻ വന്ന ജേണി കറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ സമയം എടുക്കും. ഞാൻ എൻ്റെ പാത്ത് ചൂസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾക്കിപ്പോൾ സെലക്ട് ചെയ്യുക നിങ്ങൾ ഒരു വേ എന്താണെന്നുള്ളത്. ഞാൻ ഉദാഹരണം പറഞ്ഞാണെങ്കിൽ ഫാഷൻ വ്ളോഗ് ചെയ്യാം. ഓക്കെ, ലൈക്ക് ഈ പറഞ്ഞ പോലെ ഫാഷൻ വ്ളോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ചെയ്യാം. ബ്യൂട്ടി വ്ളോഗ്സ് ചെയ്യാം. ഇപ്പോൾ കോസ്മെറ്റിക്സ് ഈ പറഞ്ഞ പോലെ ലേഡീസിൻ്റെ ആയിക്കോട്ടെ, മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ജെൻസിനാണെങ്കിൽ ഫിറ്റ്നസ് വ്ളോഗ് ചെയ്യാം. ഇനിയിപ്പോൾ ഫിറ്റ്നസ് വലിയ താല്പര്യമില്ലാത്തവണെങ്കിൽ ഫുഡ് വ്ളോഗ് ചെയ്യാം. പിന്നെ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുക കുറേ ഫുഡ് വ്ളോഗേഴ്സ് ഉണ്ടല്ലോ. എടാ, ഈ ടൗണിലൊരു മന്തിക്കടയുണ്ട്, തൊട്ടപ്പുറത്തെ ടൗണിലൊരു മന്തിക്കടയുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു മന്തിക്കടയുണ്ട്. എന്നിട്ട് എന്താ മന്തിക്കടക്ക് വല്ല ആളുകളിൽ വല്ല കുറവുണ്ടോ? ഇല്ല, എല്ലാ കടയിലും ആൾക്കാരുണ്ടാവും. എവിടെ ബെസ്റ്റ് കിട്ടുന്നോ അവിടെ ആളുകളുണ്ടാവും. മനസ്സിലായോ? എവിടെ ഏറ്റവും ബെസ്റ്റ് കിട്ടുന്നോ അവിടെ ആളുകളുണ്ടാവും. ഇവിടെ ഒരു ബിരിയാണി കട ഉണ്ട്, തൊട്ടപ്പുറത്തെ ഒരു ബിരിയാണി കട ഉണ്ട് വെച്ചിട്ട് രണ്ടും പൂട്ടിപ്പോണമെന്നില്ല. ചിലപ്പോൾ രണ്ടും സക്സസ്സിലോടും, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് അടി പോകും, ഒന്ന് കുറച്ച് അടിപൊളിയായിട്ട് ഓടും. മനസ്സിലായോ? അത് കൈൻഡ് ഓഫ് നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അതായത് എല്ലാവരും ചെയ്യുന്നു ഞാൻ ചെയ്യുന്ന റീച്ച് ഉണ്ടാവും അങ്ങനെ ആലോചിക്കണം. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഫീൽഡിൽ എത്ര ഡെയിലി വ്ളോഗ്സ് ഉണ്ട്. സൂപ്പർ ഓൺ ഡെയിലി വ്ളോഗർ, എന്നും 5 മണിയാകുമ്പോൾ എൻ്റെ വീഡിയോ വരും, ലൈക്ക് 7 മണിയാകുമ്പോൾ എൻ്റെ വീഡിയോ വരും. അതേപോലെ കുറേ ഡെയിലി വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കണ്ട. ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല സെലക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് എന്തായാലും തെളിഞ്ഞു വരും. നിങ്ങൾ എവിടെയാണ് സ്പെഷ്യലൈസ് ചെയ്തത്, ഇതേമാതിരി സംസാരിക്കാനാണോ, അതിന് ഫേസ് കാണിക്കാതെ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആണോ, അതൊക്കെ നിങ്ങൾക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്യാം. മനസ്സിലായോ? അത് ആദ്യം ചൂസ് ചെയ്യാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഓക്കെ, വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഐഫോൺ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മൾ ഒരാളുകൾക്ക് കൊടുക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ വലിയ ക്വാളിറ്റി ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കൂല. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ സിമ്പത്തറ്റിക്കലി ആളുകൾ ശ്രദ്ധിക്കണം. അവൻ്റെ അടുത്ത് ഐഫോൺ ഇല്ലല്ലോ, പാവം പഴയ സാധനമൊക്കെ അത് ആ ട്രാക്കൊക്കെ കഴിഞ്ഞ്. അപ്പം നിങ്ങളൊരു നല്ലൊരു ഐഫോൺ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഐഫോൺ വേണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല, അത്രയും നല്ലത്. അത് താങ്ങാൻ പറ്റാത്ത ആളുകളുണ്ടാവും, താങ്ങാൻ പറ്റുന്ന ആളുകളുണ്ടാവും. ഓക്കെ, നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ ഇനി ഐഫോൺ തന്നെ വേണമെന്നില്ല, നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ളൊരു ഫോൺ ഉണ്ടെങ്കിൽ അത് ഐഫോൺ ആയാലും അത്രയും ഫാർ ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ. ഒരു ഫോൺ നിങ്ങൾ നല്ല ഫോൺ ഇതാക്കുക. പിന്നെ നിങ്ങൾ മെയിനായിട്ട് എടുക്കേണ്ട സംഗതി ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചൂസ് ചെയ്യുക. ഇപ്പോൾ നിലവിൽ നമുക്ക് ഏറ്റവും പോപ്പുലാരിറ്റിയിൽ നിൽക്കുന്ന 2 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്, യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും. പിന്നെ ഫേസ്ബുക്കിൽ എനിക്ക് വലിയ അറിവില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പിന്നെ ഫേസ്ബുക്കിനെ പറ്റി അധികം സംസാരിക്കാത്തത്. യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഉള്ളത്. ഓക്കെ, നിങ്ങളൊരു ബിഗിനറാണ് എന്നിട്ടാണ് യൂട്യൂബിലേക്ക് വരുന്നതെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയും നിങ്ങൾ ബിഗിനേഴ്സ് യൂട്യൂബിലേക്ക് വരണ്ട. ഓക്കെ, എൻ്റെ ഒരു ഇതിൽ ബിഗിനേഴ്സ് യൂട്യൂബിലേക്ക് വരണ്ട. കാരണം നല്ലോണം വെള്ളം കുടിക്കും. ചില്ലറ പണിയൊന്നല്ല, നല്ലോണം വെള്ളം കുടിക്കും. നിങ്ങൾക്ക് മടുക്കും, നിങ്ങൾ ഇട്ട് പോവും. നിങ്ങൾക്ക് ഇതിൽ അത്രയും പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് വരും. യൂട്യൂബിൽ നിങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ റീച്ച് ഉണ്ടാവില്ല, എങ്ങനെ പോലും റീച്ച് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ തന്നെ ഇപ്പോൾ നോക്കുക, എനിക്ക് 20K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അതിൻ്റെ പകുതി വ്യൂസ് എനിക്ക് എൻ്റെ യൂട്യൂബിൽ ലോങ് വീഡിയോസിലില്ല. 10K എങ്കിലും വേണ്ട അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ. എൻ്റെ മാക്സിമം കിടക്കുന്നത് 6 വ്യൂസാണ് കിടക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് വ്യൂസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മടുക്കാൻ പാടില്ല. ഇവിടെ ചടപ്പ് വരും യൂട്യൂബിൽ. കാരണം നമുക്ക് റീച്ച് ഇല്ലല്ലോ, എന്താ അത് സബ്സ്ക്രൈബേഴ്സൊക്കെ ആമതിലാറ് അടിപൊളിയായിട്ട് അരിച്ചു പോകും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഒരു ടൈം പാസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് എടുത്തോ, നോ സീൻ, ഒരു കുഴപ്പമില്ല. ടൈം പാസിന് വെറുതെ വ്ളോഗ് എടുത്ത് അങ്ങനെ ഇടാനാണെങ്കിൽ യൂട്യൂബ് നോക്കിക്കോ, നോ ഇഷ്യൂസ്. അല്ലെങ്കിൽ പിന്നെ വല്ല മെഡിക്കൽ മിറാക്കൾ സംഭവിക്കണം യൂട്യൂബിൽ അത്രയും മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? ഫസ്റ്റിലാണ് ടൈം പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ചൂസ് ചെയ്യുക. ഉള്ള പ്രൊഫൈലിൽ ബിൽഡ് ചെയ്താൽ അത്രയും നല്ലത്. നിങ്ങൾ ഇതിനായിട്ട് വേറെ ഇപ്പോൾ പറഞ്ഞ പോലെ ലൈക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ദീക്ക് ഇങ്ങനെ വ്ളോഗ് തുടങ്ങട്ടെ അയച്ച് തുടങ്ങിയ ആളെന്നല്ല. എനിക്ക് ഒരു സെക്കൻഡറി പേജ് കോളേജ് പഠിക്കുന്ന സമയത്ത് വെറുതെ ഫൺ സാധനങ്ങൾ ഇടാൻ വേണ്ടി തുടങ്ങിയ പേജ്, അത് ബിൽഡ് ചെയ്തെന്നുള്ളൂ. നിങ്ങളിപ്പോൾ ഇവിടെ മാക്സിമം ഒരു 3000 ഫോളോവേഴ്സ് ഉണ്ട്, എന്നാൽ തൊട്ടപ്പുറത്ത് നിന്ന് വേറെ അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ വ്ളോഗ് തുടങ്ങുക, അതിലൊന്നും വലിയ കാര്യമില്ല. ഉള്ള പേജിൽ ചെയ്താൽ നിങ്ങൾക്ക് അത്രയും പണി കുറഞ്ഞു കിട്ടും. മനസ്സിലായോ? ഇവിടെ കൈൻഡ് ഓഫ് ഒരു 1000-2000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും പണി കുറഞ്ഞിട്ടു. മറ്റേടുത്ത് പറഞ്ഞാൽ എടാ ഒന്ന് ഫോളോ ചെയ്യോ, ആ സാധനം വേണം, ഇറക്കേണ്ടി വരും. എടാ എൻ്റെ അതൊരു വ്ളോഗ് ഇടുന്ന പേജാണ് അല്ലെങ്കിൽ വീഡിയോസ് ഇടുന്ന പേജാണ്, ഒന്ന് ഫോളോ ചെയ്യുക പറഞ്ഞുകൊണ്ട് അതിലിങ്ങനെ പോയി ഇറക്കേണ്ടി വരും. എന്തിനാണ് നിൽക്കുന്നത്? നമുക്കുള്ള പേജിൽ പൊക്കുക, നോ ഇഷ്യൂസ്. എടാ ആരെന്ത് പറയും ഒന്നും നോക്കണ്ടെന്ന്. മനസ്സിലായോ? ഇങ്ങനെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യൂല. മനസ്സിലായോ?
അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഉള്ള പേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക മാക്സിമം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ഇവിടെ ഈ പേജ് പല പല മെമ്മറീസ് കീപ്പ് ചെയ്യണമെങ്കിൽ വേറെ പേജ് തുടങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് പണി കൂടും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ആ ഒരു പേജ് ചൂസ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ചൂസ് ചെയ്യുക. നിങ്ങളുള്ള പേജ് ആണെങ്കിൽ ഉള്ള പേജ്, അല്ലെങ്കിൽ പുതിയ പേജ് ആണെങ്കിൽ പുതിയ പേജ് ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് ഇട്ട് തുടങ്ങുക. ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല വൃത്തിയിൽ ഷൂട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഈ ട്രൈപോഡൊക്കെ വെച്ച് ഇതിൻ്റെ ബാക്കിൽ റിംഗ് ലൈറ്റ് ഉണ്ട്, ഇതെല്ലാം മൈക്കെല്ലാം കണക്ട് ചെയ്ത് ഇത്ര വലിയ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾക്ക് എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മൈക്കിന് തന്നെ പിങ്ക് ഏകദേശം ഒരു 20,000 ലൈക്ക് ആ ഒരു എക്സ്പെൻസ് ഉണ്ട്, റിംഗ് ലൈറ്റ് ചെറിയൊരു എക്സ്പെൻസ് ഉണ്ട്. അങ്ങനെയാണ്. ഇത്ര നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ട് പൈസയൊക്കെ കുഴിച്ചിടണമെന്ന് ഞാൻ പറയില്ല. ഞാൻ വെറും ഈ കാണുന്ന ഒരു മിനിറ്റ്, ഈ കാണുന്ന iPhone 6 ഞാൻ തുടങ്ങിയത്. മനസ്സിലായോ? ഉണ്ടോ ഇതിൻ്റെ കോലം നോക്ക്, ഇതിപ്പോഴും വർക്ക് ചെയ്യും. ഇപ്പോഴും വർക്ക് ചെയ്യും, ഓണാവും. ഈ കാണുന്ന iPhone 6 ഞാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാ തുടക്കം വലിയ സെറ്റപ്പിൽ തുടങ്ങണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ ചെറുതെന്ന് വരണം. അങ്ങനെ ആയിട്ട് നിങ്ങളെന്ത് ചെയ്യുക, വീഡിയോ എടുക്കുക, നല്ല വൃത്തിക്ക് എടുക്കുക. വെറുതെ ചറപ്പറ എടുക്കരുത്. തുടക്കം തന്നെ ആരും ചടപ്പിക്കരുത്. ഫസ്റ്റ് ഇമ്പ്രഷനാണ് അത്. ആരും നിങ്ങളെ ഫോളോവേഴ്സിനെ, നിങ്ങളെ വ്യൂവേഴ്സിനെ, നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ ചടപ്പിക്കരുത്. ആളുകൾക്ക് കാണുമ്പോൾ ഇതെന്തൊരു കോണ്ടൻറ്റ്, അല്ലെങ്കിൽ എന്ത് വീഡിയോ നമ്മൾ ചെയ്യണത്, ഒരു ഇങ്ങനെ നന്നായിട്ട് ഷേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വൃത്തിയില്ല, എഡിറ്റിംഗ് ഒന്നും വൃത്തിയില്ല, അങ്ങനെ ആവരുത്. വൃത്തിക്ക് ഷൂട്ട് ചെയ്യുക കംപ്ലീറ്റ്. ഒരാൾ ഷൂട്ട് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി അല്ല നിങ്ങൾ വ്ളോഗിങ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വൃത്തിക്ക് ഷൂട്ട് ചെയ്യാം. ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ലൈക്ക് അതിന് വേണമെങ്കിൽ വേറെ തന്നെ വേണമെങ്കിൽ വീഡിയോ ചെയ്തു തരാം, എങ്ങനെ ഒരു വ്ളോഗെല്ലാം ഷൂട്ട് ചെയ്യണം, അങ്ങനെ വേണമെങ്കിൽ വേറെ തന്നെ വീഡിയോ ചെയ്തു തരാം. വൃത്തിക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഷൂട്ട് ചെയ്ത സാധനം ഇനി എഡിറ്റ് ചെയ്യണമല്ലോ. എഡിറ്റിങ്ങിലാണ് മോനെ മെയിൻ കളികൾ നടക്കുന്നത്. നിങ്ങൾ ഷൂട്ട് ചെയ്ത് നല്ല അടിപൊളി വിഷ്വലാണെന്നുണ്ടെങ്കിലും എഡിറ്റിങ് പാളിക്കഴിഞ്ഞാൽ 5ൻ്റെ കായ്ക്ക് ഉണ്ടാവില്ല. ഉള്ളത് പറയാലോ. അത്ര അടിപൊളി വിഷ്വൽ നിങ്ങൾ ഷൂട്ട് ചെയ്താണെങ്കിൽ പോലും എഡിറ്റിങ് 10 പൈസക്ക് ഇല്ലെങ്കിൽ ഒരു മനുഷ്യക്കുട്ടിയെ വീഡിയോ കാണില്ല, ഞാനടക്കം കാണില്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് അത്രയും വൃത്തിയാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിങ്ങിനെ പറ്റി ഒരു ഐഡിയയും ധാരണ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ക്യാപ്കട്ട് പിടിച്ചോ. ക്യാപ്കട്ട് തന്നെ എടുത്തു. ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പണികളുണ്ട്. ഫോണിൻ്റെ കൺട്രി മാറ്റി അങ്ങോട്ട് നടക്കുക. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കാണാം. ഹൗ ടു ഡൗൺലോഡ് ക്യാപ്കട്ട് എന്ന് വെച്ചാൽ കുറേ വീഡിയോസ് ഉണ്ട്. ക്യാപ്കട്ട് എടുക്കുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇൻഷോട്ടിൽ നിന്നിട്ട് കളിക്കണ്ട മീൻസ് ഇൻഷോട്ടിലിട്ട് കളിച്ചു തുടങ്ങി നിങ്ങൾ ഇൻഷോട്ടിൽ തന്നെ ഇരിക്കുള്ളൂ. നേരെ മേലേക്ക് പിടിച്ചോ, ക്യാപ്കട്ട് പിടിച്ചോ. എന്നിട്ട് അതിന്ന് ചെയ്ത് നിങ്ങൾക്ക് അവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് എവിടെയും ചെയ്യാൻ പറ്റും. ഉദാഹരണം ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഒരു ഫോർച്യൂണർ ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, വലിയ വണ്ടി ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അൾട്ടോ ഓടിക്കാൻ നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും, അല്ലെങ്കിൽ നാനോ ഓടിക്കാൻ നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും. നേരെ ഫസ്റ്റ് നാനോ ഇങ്ങനെ ഓടിച്ച് പഠിച്ച ഒരാൾക്ക് ഒറ്റയടിക്ക് നേരെ ആ ഫോർച്യൂണർ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവനതൊരു വലിയ വണ്ടിയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ ക്യാപ്കട്ട് പിടിച്ചു. ഒരുപാട് വൈഡ് ഓപ്ഷൻസ് ഉണ്ടാവും, പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. അതൊക്കെ പതുക്കെ അങ്ങ് പഠിക്കാവുന്നുള്ളൂ. ഞാൻ അതൊക്കെ പഠിക്കണ അതിൻ്റെ ഡീപ്പ് എഡിറ്റിംഗ് ഒന്നും എനിക്കറിയില്ല. ഓക്കെ, അതിൽ ഞാൻ വലിയ അഗ്രഗണ്യനൊന്നല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് എഡിറ്റിംഗ് എനിക്കറിയാം. എഡിറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഞാൻ ചെയ്തുതരാം, എൻ്റെ അറിവ് വെച്ചിട്ട്. ഓക്കെ, അങ്ങനെ ക്യാപ്കട്ട് എടുക്കുക. ക്യാപ്കട്ടാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ക്യാപ്കട്ട് എടുക്കുക. അപ്പോൾ അതിന് VPN ആവശ്യം ഉണ്ടാവും. VPN ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ക്യാപ്കട്ടിൽ നിങ്ങൾ വീഡിയോ നല്ല വൃത്തിക്ക് എഡിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു എഡിറ്റിങ്ങിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ തന്നെ ചെയ്തു തരാം, എൻ്റെ അറിവ് വെച്ചിട്ട്. അതിൽ കയറുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ യൂട്യൂബ് നോക്കുക. അത്രയും വൃത്തിക്ക് എഡിറ്റ് ചെയ്യുക, നല്ല രീതിക്ക് വൃത്തിക്ക് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം നിങ്ങളെ വ്ളോഗ് ലെങ്തി ആവാതെ നോക്കുക. സാധനം ലെങ്ത്ത് കൂടാൻ പാടില്ല. അതായത് ഇന്നത്തെ മനുഷ്യന്മാർക്ക് ഒരു മനുഷ്യക്കുട്ടിക്കും സമയമില്ല, എനിക്കടക്കം സമയമില്ല. ആരും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കില്ല. എല്ലാവരും ലൈക്ക് ഇങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ആരും നിങ്ങളെ വീഡിയോ കണ്ടിരിക്കാൻ ഇരിക്കില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോ 28 മിനിറ്റ് കിടക്കുമ്പോൾ ഇപ്പം തന്നെ എത്ര ആൾ കണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. ഇതിപ്പോൾ ഇത്രയും ഇൻഫോർമേറ്റീവ് വീഡിയോ ആയതുകൊണ്ട് കണ്ടിരുന്നേക്കാം. പക്ഷേ ആരും ലോങ് സാധനം കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അത്രയും പോപ്പുലാരിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്ളോഗ് അങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയും ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫസ്റ്റ് ഇനീഷ്യൽ സാധനം കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോസിൻ്റെ ലെങ്ത്ത് ചുരുക്കാൻ വേണ്ടി നോക്കുക. വലിയ ലെങ്ത്ത് കൊടുക്കരുത്, മാക്സിമം ലെങ്ത്ത് ചുരുക്കുക. ഒരു ഉദാഹരണം, ഒരു വ്ളോഗാണ് ഞാൻ ചെയ്യുന്ന പോലത്തെ കൈൻഡ് ഓഫ് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ പോലത്തെ വ്ളോഗാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഏറ്റവും മാക്സിമം അറ്റ്മോസ്റ്റ് മാക്സിമം ഒരു മിനിറ്റ് ചുരുക്കാൻ വേണ്ടി നോക്കുക. 1 മിനിറ്റ്, 1.5 മിനിറ്റ് പോലും ആവരുത്. സ്റ്റാർട്ടിങ് സ്റ്റേജ് ഞാൻ പറയണത് 1 മിനിറ്റിലേക്ക് നിങ്ങൾ ചുരുക്കുക. 1 മിനിറ്റിലേക്ക് ചുരുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 1:20 പിടിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോവരുത്. പോയാൽ പിന്നെ നിങ്ങൾക്ക് അത് അല്ലെങ്കിൽ പിന്നെ അത്രയും ടോപ്പ് സാധനമായിരിക്കണം റീച്ച് കയറണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, 1 മിനിറ്റിക്ക് പിടിക്കുക, അല്ലെങ്കിൽ 1.5 മിനിറ്റിക്ക് പിടിക്കുക. ഓക്കെ, അങ്ങനെ ആയിട്ട് സാധനം
അപ്പ് ചെയ്യുക. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്തും അതിൽ പാട്ട് കൊടുക്കുമ്പോൾ പാട്ട് എന്തായാലും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുക, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സോങ് കൊടുക്കുക. അപ്പോഴത്തെ ട്രെൻഡിങ് പാട്ട് ഏതാണോ, അപ്പോൾ ഏത് പാട്ടാണോ കളിക്കുന്നത് ആ സാധനം കൊടുക്കുക. അത് ചിലപ്പോൾ ഇതിക്ക് മാച്ച് ഉണ്ടാവില്ല, പക്ഷെ എന്നാൽ പോലും സൗണ്ട് വളരെ കുറച്ചിട്ട് ആ പാട്ട് കൊടുക്കുക. ഇതൊക്കെ റീച്ച് കയറാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചേക്കാം. മനസ്സിലായോ? അതാണ് നമ്മൾ പറയണത്. അല്ലാതെ ഇപ്പോൾ ഇത്രയും അടിപൊളിയാക്കി പറയാൻ വേറെ ഒന്നുമല്ല. ഇതൊക്കെ റീച്ച് കയറാനുള്ള ഓരോ വഴികളാണ്, ഒരു നുറുക്ക് വഴികളാണ്. അത്രയും അടിപൊളിയായിട്ടുള്ള പാട്ട് കൊടുക്കുക, എന്നിട്ട് സാധനം അപ്പ് ചെയ്യുക. ഓക്കെ, ആദ്യം പോസ്റ്റ് ചെയ്യുക. ഇനി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും ഇപ്പോഴും ഉള്ള പണിയാണ്. ഞാനിപ്പോൾ എത്ര വലിയ വ്ളോഗറാണ് അല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനടക്കം അവിടെ പോയിട്ട് ചുണ്ട് ട്രൈ ആവുന്നുണ്ട്. ഓക്കെ, ഞാനടക്കം അവിടെ പോയിരുന്ന് ഇങ്ങനെ റീഫ്രഷ് ചെയ്യും. വ്യൂസ് കയറി ഇങ്ങനെ റീഫ്രഷ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ എനിക്ക് ഇതില്ല, കാരണം ഞാൻ ചെയ്യുന്ന ഒരാളാണ്. ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളെ ഗ്രോത്ത് കാണാമല്ലോ. ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ വ്യൂസ് ഒന്നും ഉണ്ടാവില്ല, ഉള്ളത് പറഞ്ഞുതരാമല്ലോ. നിങ്ങൾക്കിപ്പോൾ ചെറുത്ത് ഒരു 1000 ഫോളോവേഴ്സ് ഉള്ള പേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 100, 200, 300 വ്യൂസൊക്കെ കിട്ടിയാൽ കിട്ടി. അങ്ങനെ മാത്രം കണ്ടാൽ മതി. എനിക്ക് അത്രയും ഇല്ലേന്. ഓക്കെ, ലൈക്ക് ആണെങ്കിലും ഒരു 50, 40 ലൈക്കൊക്കെ കിട്ടിയാൽ കിട്ടി. ഷെയറൊക്കെ 1, 2 അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഷെയർ ചെയ്തൊരു 10, 15 ഷെയർ ഉണ്ടെങ്കിൽ ഉണ്ട്. കമൻറ്റ് നിങ്ങൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വാവ് അടിപൊളി, അല്ലെങ്കിൽ എന്താടാ വീഡിയോ, അങ്ങനത്തെ കോമൻറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. സാധനം ഒന്നും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ അത് റീച്ച് ഇല്ലല്ലോ, ഇത് ഇട്ടപ്പം തന്നെ എന്താണ് മുളക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇതൊന്നല്ല, മറ്റേ ഓർബിസ് ഉണ്ടാവില്ലേ, വെള്ളത്തിൽ ഇട്ടപ്പം തന്നെ അങ്ങനെ വീർജിച്ച് വരുന്നു, അതല്ല. ഓക്കെ, സ്ലോ പ്രോസസ്സാണ്. സ്ലോ ആയിട്ടേ കയറുള്ളൂ സാധനം. നല്ല സമയമെടുക്കും. അപ്പോൾ ഏത് മേഖല ആയിക്കോട്ടെ അത്രയും സ്ലോ ഇതിലെ സാധനം എടുക്കുള്ളൂ. അതിനെ നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറയാം. ഒറ്റയടിക്കണം ക്ലിക്കായാൽ നമുക്ക് അതിനൊരു വില ഉണ്ടാവില്ല. ഒറ്റയടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാധനം ഒരു വില ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ജീവിതത്തിലെ എന്ത് സാധനം അത്രയും കഷ്ടപ്പെട്ട് അത്രയും ക്ഷമിച്ച് കിട്ടുമ്പോഴേ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടെടുക്കുള്ളൂ. പെട്ടെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംഗതിക്കും ഒരു വില ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞ പോലെ അത് മെല്ലെ കയറുള്ളൂ. ആ ഒരു സമയം എടുക്കും. ആ സമയങ്ങൾ പതുക്കെ ഇങ്ങനെ ഫീൽ ചെയ്ത് വരണം. പക്ഷേ നിങ്ങൾ തളരരുത്. കമൻറ്റ് സെക്ഷനിൽ ചിലപ്പോൾ നിങ്ങളെ കളിയാക്കിക്കൊണ്ട് കമൻറ്റ് ഇടാം, നല്ല അടിപൊളി എന്ന് പറഞ്ഞിടാം, അല്ലെങ്കിൽ അങ്ങനെ പല ഇതുണ്ടാവും. നിങ്ങൾ തളരരുത്. ഒരു ദിവസം 2 അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ്ലി 2, 3 വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിട്ട് കിട്ടുന്നില്ല, ആർക്കും കിട്ടില്ല. ഞാനൊക്കെ പണി വരെ നയിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക. ഇതിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക. എന്ന് വെച്ചിട്ട് ചറപ്പറ ഇടരുത്. വില കളഞ്ഞോ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു പേര് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. വില കളയാതെ ഒരു ദിവസം ഒരു വീഡിയോ, അല്ലെങ്കിൽ മാക്സിമം പോയ 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ എങ്കിലും ഇട്ടിട്ട് പോവുക. അത്രയും വൃത്തിയുള്ള കോണ്ടൻറ്റ് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ചില വീഡിയോസ് എടുക്കാൻ പൈസ അങ്ങോട്ടേക്ക് ചിലവായേക്കാം. മനസ്സിലായോ? ഉദാഹരണങ്ങളിപ്പോൾ ഒരു ഫാഷൻ ബ്ലോഗറാണ്, അല്ലെങ്കിൽ ഒരു സാധനം പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാണ്ട് ഇങ്ങനെ അൺബോക്സ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സ് ഒന്നും ഇനീഷ്യൽ സ്റ്റേജിലൊന്നും ആരും കൊടന്നു തരില്ല. അതായത് പ്രൊഡക്ട്സ് നിങ്ങൾ വേണ്ടി വരും. ആ വാങ്ങിയ പൈസ ചിലപ്പോൾ അതിന് തിരിച്ച് കിട്ടിക്കോളണമെന്നൊന്നുമില്ല പെട്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പൈസ മുടക്കും ചിലപ്പോൾ ഉണ്ടായേക്കാം. എനിക്കൊന്നും പൈസ മുടക്കില്ലേനു ഞാൻ, കാരണം എൻ്റെ യുക്തിക്കുള്ള എൻ്റെ സ്കില്ല് ചില കോണ്ടൻ്റാണ് ഞാൻ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊന്നും പൈസ ചിലവില്ലേനു. പക്ഷേ പൈസ ചിലവ് ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങളൊക്കെ തളരരുത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മാതിരി വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക. മെയിൻ സാധനം വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക. അതാണെങ്കിൽ പിന്നെയും പറയാനുള്ളത് എന്നാലേ കാര്യമുള്ളൂ. വീഡിയോ ഇട്ടുകൊണ്ടേ ഇരുന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഗുഡ് സാധനം, അടിപൊളി കോണ്ടൻറ്റ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന, എൻ്റർടൈൻ ആവുന്ന അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആവുന്ന കോണ്ടൻറ്റ് നിങ്ങൾ ഇട്ട് പോയിട്ട് ചുരുങ്ങിയത് ഒരു മാസം നിങ്ങൾ അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വാ, ബാക്കി ഞാൻ ചെയ്തുതരാം. മനസ്സിലായോ? ഒരു മാസം പെർ ഡേ ഒരു വീഡിയോ, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് അത്രയും എഫേർട്ട് ഇട്ടിട്ട് അത്രയും വൃത്തിക്ക് സാധനം കൊടുത്തിട്ട് നിങ്ങൾക്ക് വലിയ റീച്ചൊന്നുമല്ല, നിങ്ങൾ കുറച്ചെങ്കിൽ കുറച്ച് ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ അടുത്ത് പോകാം, ബാക്കി ഞാൻ പറഞ്ഞുതരാം. കിട്ടും, റിസൾട്ട് കിട്ടിയിരിക്കും. വലിയ റിസൾട്ടൊന്നുമല്ല, ഇനീഷ്യൽ സ്റ്റേജിനെക്കാട്ടിലും റിസൾട്ട് കിട്ടും. അപ്പോൾ കണ്ടിന്യൂറ്റിയാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഒരിക്കലും നിർത്തരുത്. ഇപ്പോൾ നിങ്ങൾ ഇന്നത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 മാസത്തിൻ്റെ മേലെ എന്നും 7 മണിയാകുമ്പോൾ, യൂട്യൂബ് ഫാമിലിക്ക് അറിയോ നിങ്ങൾക്ക് അറിയില്ല, എന്നും 7 മണിയാകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ വ്ളോഗ് വരും. അതേപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിൽ നമ്മളെ വ്ളോഗ് വരും. യൂട്യൂബ് ലോങ് വീഡിയോ നമ്മൾ എപ്പോഴെങ്കിലും ഇടലുള്ളൂ. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ എന്നും 7 മണിയാകുമ്പോഴും യൂട്യൂബ് ഷോർട്സിലും എന്നും 7 മണിയാകുമ്പോൾ നമ്മളെ റീല് വരും, അല്ലെങ്കിൽ ഷോർട്സ് വരും. അതെന്താ സംഗതി?
4 മാസം 3 മാസം അതിൽ ഏറിപ്പോയ ഒരു 10 ദിവസമൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് 10-12 ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസവും നമ്മൾ ഇട്ടിക്കണം. ഓക്കെ, അപ്പോൾ അത്രയും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇത്രയും ഒരു സക്സസ് എന്നുള്ള സാധനത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, മെയിനായിട്ട് ഈ സാധനം ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഒന്ന് ഇങ്ങനെ ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് റീച്ച് കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ തേടി കൊളാപ്സ് വരും, പ്രൊമോഷൻസ് വരും, എല്ലാം വരും. ട്രസ്റ്റ് മീ, വരും, വന്നിരിക്കും. ടു ബി ഹോണസ്റ്റ്, ഞാൻ എൻ്റെ മനസ്സ് തട്ടി പറയുകയാണ്, സാധനം നിങ്ങൾക്ക് വരും. സാധനം പ്രൊമോഷൻസ്, കൊളാപ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ തേടി വരും. അതിന് നിങ്ങൾ ഇനീഷ്യലി ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ ഫസ്റ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രൊമോഷൻ വാങ്ങുന്ന പൈസ 500 രൂപ എന്തോ ആണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു സ്റ്റോറി ഇട്ടിന് ഒരു 500 രൂപ. ഒരു റീലിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന പേയ്മെൻറ്റ് ഒരു അർലോക്സ് എന്ന് പറഞ്ഞ ഒരു മെൻസ് വെയറിൻ്റെ പേജിന് ഞാൻ വാങ്ങുന്ന പേയ്മെൻറ്റ് 3000 രൂപയാണ്. അന്ന് നിങ്ങൾക്ക് 3000 ഫോളോവേഴ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫോളോവേഴ്സിനെ കൗണ്ട് വെച്ചിട്ട് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് 3000 രൂപക്കാണ് ഞാൻ ഒരു പ്രൊമോഷൻ ചെയ്യുന്നത്. ആ സമയത്ത് ഇപ്പോൾ എനിക്ക് പറയണമെന്നൊരു മടിയില്ല, ആ സമയത്ത് ഇപ്പം ഞാനൊരു പ്രൊമോഷൻ വാങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 20,000, 25,000, 30,000 വരെ ഞാനൊരു പ്രൊമോഷൻ വാങ്ങിയ സമയമുണ്ട്. മനസ്സിലാക്കണം. ഓക്കെ, അതൊരു 1 വർഷം 1.5 വർഷം കൊണ്ട് ഞാൻ ഏൺ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്തായാലും നിങ്ങൾക്ക് വരും, പ്രൊമോഷൻസ് വരും. അപ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക. പിന്നെ പ്രൊമോഷൻസ് വന്നു കഴിഞ്ഞാൽ വെറുതെ ചറപറാക്കിയിട്ട് എടുക്കരുത്, വൃത്തിക്ക് എടുക്കുക. അപ്പോഴേ അടുത്ത പ്രൊമോഷൻസ്, അടുത്ത ഈ പറഞ്ഞ പോലെ ഓരോ ഷോപ്പുകളായിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ, അത്രയും കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ട്രാക്ക് കിടക്കുന്നത്. ഓക്കെ, ഇനി ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാവുമെന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു തുടക്കത്തിൽ 7 വർഷമായി ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്. 7 വർഷം. ഓക്കെ, 2018 ജൂൺ 4 ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. 7 വർഷം മുന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും അറിയണ്ടാവും, കാർത്തിക് സൂര്യ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കാർത്തിക് സൂര്യൻ്റെ ഒരുപാട് ഇൻസ്പിറേഷൻ, ഒരു ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ പിന്നെ വ്ളോഗെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. 7 വർഷം മുന്നെയാണ് 7-8 വർഷം മുന്നെയാണ് കാർത്തിക് സൂര്യയും യൂട്യൂബ് തുടങ്ങുന്നത്. 2018-ലോ 2017-ലോ ആണ് തുടങ്ങുന്നത്. കാർത്തിക് സൂര്യ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? അവന് കൈൻഡ് ഓഫ് ഒരു 1 മില്യണിൻ്റെ മേലെ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, കൈൻഡ് ഓഫ് ഒരു 2 മില്യണിൻ്റെ മേലെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുണ്ട്. ഞാൻ എവിടെ നിൽക്കുന്നു? ഞാൻ ഒരിക്കലും താത്തിക്കെട്ടി പറയില്ല, ഇതുവരെയുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്, ബ്ലെസ്ഡ് ആണ്, അൽഹംദുലില്ലാ, അത്രയും ഹാപ്പിയാണ്. പക്ഷേ ഞാൻ എന്ന വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ആ ഒരു വർഷം 2017 മുതൽ 2023 തോന്നിയ ഫസ്റ്റ് വീഡിയോ രണ്ടാമത് പിന്നെ ഇടുന്നത്. ആ ഒരു ഗ്യാപ്പിൽ, അതായത് ഏകദേശം ഒരു 6 വർഷത്തോളം 6 അല്ലെങ്കിൽ 7 വർഷത്തോളം ഈ പറഞ്ഞ മാതിരി, അല്ലേ 2017 6 വർഷത്തോളം, 6 വർഷത്തോളം ഞാൻ പിന്നെ ഇതിൽ വീഡിയോ ഇടാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണതും കാർത്തിക് സൂര്യ ഉള്ള പോലത്തെ അത്രയും ഉള്ള ആളുകൾ അത്രയും ടോപ്പിൽ പോയത്. അന്ന് ഞാൻ ഇതേപോലെ എല്ലാം കീപ്പ് ചെയ്തിട്ട്, എനിക്കന്ന് ഇതിൽ പൈസ കിട്ടുന്നൊന്നും അറിയില്ല, കിട്ടുമെന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ കീപ്പ് ചെയ്ത് പോയിരുന്നെങ്കിൽ എനിക്കും ഇതേപോലെ ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനത് ആ ഒരു കണ്ടിന്യൂറ്റി എനിക്ക് ബ്രേക്കായിപ്പോയി. ഇപ്പോഴടക്കം എന്നും 7 മണിക്ക് വീഡിയോ ഇടുന്ന ഞാൻ 2, 3, 4 ദിവസം വീഡിയോ ഇടാൻ ബ്രേക്കായി പോയി കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും, എൻ്റെ റീച്ച് കുറയുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇത് വീഡിയോസ് ഇടുന്നത് നിർത്തരുത്, ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, മനസ്സിലായില്ല? അപ്പോൾ റീച്ച് ഉണ്ടാവും. പിന്നെ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, റീച്ചിന് വേണ്ടിയിട്ട് ആരോടും പോയി ഇരക്കരുത്. എടാ ഒന്ന് ലൈക്ക് ചെയ്യടാ, ഒന്ന് ഫോളോ ചെയ്യടാ, പ്ലീസ് എടാ. അത് ഡയറക്റ്റ്. ഇനി ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിൽ ബ്രോ ഒന്ന് ഫോളോ ചെയ്യുമോ? എനിക്ക് ഒരുപാട് വരുന്ന ബ്രോ ഒന്ന് ഫോളോ ചെയ്യുമോ, ബ്രോ ഒന്ന് റീൽ ലൈക്ക് ചെയ്യുമോ, ബ്രോ ഒന്ന് കമൻറ്റ് ഇടുമോ, ബ്രോ ഒരു സ്റ്റോറി ഇടുമോ? ഒരിക്കലും നിങ്ങൾ പോയി ഇരക്കരുത്. ഓക്കെ, അത് നിങ്ങളെ വർക്കിനെ ഈ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആകണം പോലെ ആവും. നിങ്ങൾക്ക് നിങ്ങളെ വർക്കിനെ വിശ്വാസം ഇല്ലാത്ത പോലെ. നിങ്ങൾ അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന റീച്ച് നമുക്ക് വേണ്ടാന്ന്. ഞാൻ എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആരോടും പോയി അറിഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോ ഒന്ന് കാണും. പറയലുണ്ട്, ഞാൻ വീഡിയോ ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, അങ്ങനെ. അല്ലാതെ പോയിക്കണ്ട് ഒന്ന് കാണും പ്ലീസ്, അങ്ങനെ ഞാൻ പറയലില്ല, ഞാൻ അതുവരെ പറഞ്ഞിട്ടുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ പോയിട്ട് ഇരക്കരുത്. അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചടക്കും, ഇതെല്ലാവരോടും പറഞ്ഞിട്ട് ആരും കാണൂല, ആ സാധനം വരും. നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് നിങ്ങളെ പണിയിൽ ഫോക്കസ് ചെയ്യും. വേറുള്ളവർ പറയുന്നത് നോക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോണ്ടൻറ്റ് ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഇട്ട് നല്ല എഡിറ്റ് ചെയ്തിട്ട്, അതൊക്കെ ആലോചിക്കണം, നല്ല എഡിറ്റ് ചെയ്തിട്ട് സാധനം ഇട്ട് കൊടുക്കുക, കിട്ടുമെന്ന്. ഇതിൻ്റെയൊക്കെ മെയിൻ ഫസ്റ്റ് പേജിൽ കിടക്കുന്നത് വേറുള്ളവർ എന്ത് പറയുന്ന ആലോചിച്ചാൽ
ഒന്നും നടക്കൂല, ഒന്നും നടക്കൂല, ഒന്നും നടക്കൂല. പറയണവരോട് അവർ പറയും, ബാക്കിയുള്ളവർ റീച്ച് കയറി പോവും. ഓക്കെ, അതിന് ഉത്തമ ഉദാഹരണം, ഞാൻ പഠിച്ച ഫീൽഡിൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സ്റ്റാർട്ടിങ് സാലറി ഒരു 13,000 12,000 കിട്ടിയാൽ കിട്ടി. ഞാൻ BBA ആണ് പഠിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിക്കുന്നത്. സ്റ്റാർട്ടിങ് ഒരു 13, 14, 15 മാക്സിമം, 15 കിട്ടൂല, 12 കിട്ടുള്ളൂ. കിട്ടിയാൽ കിട്ടി. 15ൻ്റെ മേലേക്കാണ് ഞാൻ ഒരു പ്രൊമോഷന് വാങ്ങുന്ന റേറ്റ്. ആലോചിക്കണം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അത് നമുക്കൊരു മാസം 3, 4, 5 പ്രൊമോഷൻ കിട്ടിയാൽ തന്നെ ഹാപ്പി. മനസ്സിലായോ? പിന്നെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം അങ്ങനെ. ഇനി യൂട്യൂബിൽ എനിക്ക് വരുമാനം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇന്നേ വരെ യൂട്യൂബിൽ നിന്ന് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. 1 രൂപ പോലും യൂട്യൂബിൽ നിന്ന് ഫർസിനെ പറഞ്ഞാണ്ട് എനിക്ക് തന്നിട്ടില്ല. കാരണം ഞാൻ ഇപ്പോഴും ഇതിൽ സ്ട്രഗിളിങ് പീരീഡിലാണ്. ചെയ്തുകൊണ്ടേയിരിക്കുക, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ഇനി എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് ശരി, കണക്കൂട്ടലുകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 8 or 10 വീഡിയോയും കൂടി കണ്ടിന്യൂസ്ലി ഇട്ട് പോയി കഴിഞ്ഞാലേ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുക എന്നുള്ള കോലത്തേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് കിട്ടൂല. ഇപ്പോഴും നിങ്ങൾ ആലോചിക്കും, ഇത്രയും വർത്തമാനം പറഞ്ഞ് ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് യൂട്യൂബിൽ ഒരു സാധനം ഒന്നുമില്ല. എൻ്റെ മേണത്ത് എനിക്ക് 1 രൂപ പോലും അല്ലെങ്കിൽ $1 പോലും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല. സമയമെടുക്കും, നല്ല സമയമെടുക്കും. ആരും വന്നുകാണ്ട് വായിലേക്ക് ബിരിയാണി നിൽക്കണം ചമച്ചോ എന്ന് പറയില്ല. എല്ലാം നമ്മൾ തന്നെ മേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ആദ്യം ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ എങ്ങനെ ഇവിടെ പിടിച്ച് നിൽക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ലൈക്ക് നല്ല ചലഞ്ചിങ് ഫീൽഡാണ്. അതേപോലെ തന്നെ ലൈക്ക് ഞാൻ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ ആദ്യം പ്ലാറ്റ്ഫോം തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് മെല്ലെ യൂട്യൂബിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാം. യൂട്യൂബ് വേറെ തന്നെ കമ്മ്യൂണിറ്റിയാണ്, വേറെ തന്നെ വ്യൂവേഴ്സാണ്, വേറെ തന്നെ കൈൻഡ് ഓഫ് റീച്ചാണ്, വേറെ തന്നെ കൈൻഡ് ഓഫ് ഇൻകമാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ അങ്ങനെ വളർന്ന് പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബിലേക്ക് വരാം. പക്ഷേ നിങ്ങൾ യൂട്യൂബിലേക്ക് വരണമെന്ന് ഞാൻ പറയുള്ളൂ. യൂട്യൂബാണ് നിങ്ങൾക്ക് സാലറി പോലെ വരുമാനം തരുള്ളൂ. മറ്റോടത്ത് നിങ്ങൾ പ്രൊമോഷന് വേണ്ടിയിട്ട് കാത്തു നിൽക്കണം. എന്നെ സംബന്ധിച്ച് ഒരു മാസം 3-4 പ്രൊമോഷനൊക്കെ ചിലപ്പോൾ അടുത്ത മാസം എനിക്ക് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് വരണം. ലൈക്ക് അതൊക്കെയാണ്. ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഒരു ജോബ് അല്ലെങ്കിൽ ഇതൊരു പണിയല്ല. ഇതിൽ നിന്ന് ക്യാമറ തൂക്കി പിടിച്ചിട്ടൊരു തേങ്ങയില്ല, വെറും പൊട്ടന്മാരായ പോലെ നടക്കുകയാണെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട്. അത് എല്ലാവരും പോയിട്ട് ഒരു ചെവി പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുത്താൻ പറ്റുന്നില്ല. കാലക്രമേണ അതിങ്ങനെ തിരിഞ്ഞ് വരും. എല്ലാവരും വിചാരം എപ്പോഴും ഒരു 9 to 5 ഇങ്ങനെ കടകടകട കമ്പ്യൂട്ടറിൽ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഒരിക്കലുമല്ല. ഒരു 9 to 5 ജോബിനും ഒരിക്കലും മാസം നിങ്ങൾക്ക് 10-20 ലക്ഷം വാങ്ങാൻ പറ്റില്ല. ഞാൻ പറയും നിങ്ങളോട്, എൻ്റെ അറിവിലില്ല. ഒരു 9 to 5 ജോബ് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ജോബിന് ഒരിക്കലും 10-20 ലക്ഷം രൂപ നിങ്ങൾക്ക് മാസം ഏൺ ചെയ്യാൻ പറ്റൂല. ഞാനാ പറയണത്. 9 to 5 ജോബ് ഒരു IT വർക്ക് ഹോളിക് സ്ഥാനത്തിന്. പക്ഷേ യൂട്യൂബിൽ മാസം മിനിമം 20 ലക്ഷം എല്ലാ മാസം, ഒരു മാസമല്ല എല്ലാ മാസം മിനിമം 20 ലക്ഷം വാങ്ങുന്ന വ്ളോഗേഴ്സിനടക്കം എനിക്ക് പേഴ്സണലി അറിയാം. അതുകൊണ്ടാണ് പറയണത്. നല്ലോണം പട്ടിപ്പണി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാം, നിലനിൽക്കാം, കറക്റ്റ് കീപ്പ് ചെയ്ത് പോയാൽ നിലനിൽക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വിരലിഞ്ഞൊടിച്ചിട്ട് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാം, ഏൺ ചെയ്യാം, ലൈഫ് സെറ്റാക്കാം, അടിപൊളിയാക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് വന്നാൽ മതി. ഇതിൻ്റേതായിട്ടുള്ള ഡീമെറിറ്റ്സും ഉണ്ട്. നെഗറ്റീവ് കമൻറ്റ്സ് വരാം, റീച്ച് കുറയാം, പ്രൊമോഷൻസ് കുറയാം, ഫോളോവേഴ്സ് അടി പോകാൻ, സബ്സ്ക്രൈബേഴ്സ്, അതൊക്കെ ഇതിൽ പെട്ടിട്ടുള്ളതാണ്. അതെല്ലാം താങ്ങാൻ പറ്റും എന്നുണ്ടെങ്കിലും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും അവഗണനകളും എല്ലാം താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ വരാം. നിങ്ങൾക്ക് ഐ ഓൾവേസ് വെൽക്കം ഈ ഫീൽഡിലേക്ക്, സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾ വരൂ എന്നാണ് ഞാൻ ഇപ്പോഴും ഇതേ സമയത്ത് പറയുന്നത്. കാരണം അത്രയും വൈഡ് കൈൻഡ് ഓഫ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, വൈഡ് കൈൻഡ് ഓഫ് ഇൻകം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും, ഏതായാലും ഒറ്റൊന്ന്. ഓക്കെ, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്ത് വീഡിയോ വേണ്ടത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എഡിറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയലോ, എനിക്ക് വലിയതായിട്ട് എഡിറ്റിംഗ് ഒന്നും അറിയില്ല മക്കളെ, എനിക്കറിയുന്ന രീതി എനിക്ക് പറയാനുള്ളൂ. എഡിറ്റിംഗ് ട്യൂട്ടോറിയലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും, ഇപ്പോൾ യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ മെറിറ്റ്സോ ഡിമെറിറ്റ്സോ അല്ലെങ്കിൽ ഇതിലെങ്ങനെ പൈസ ഏൺ ചെയ്യാം, ലൈക്ക് അതൊക്കെ നിങ്ങൾക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്താ അറിയേണ്ടത് നിങ്ങൾ താഴെ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതുമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതൊന്നും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വലിയ താല്പര്യമില്ലെങ്കിൽ, നിങ്ങളറിവിൽ
യൂട്യൂബർ ആവാനോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാനോ സക്സസ് ആവാനോ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടട്ടെ, ആരെങ്കിലും നിങ്ങൾ ഫീൽഡിലേക്ക് വരൂ. സോ അത്രയും പറയാനുള്ളത്. അത് ഒറ്റ ടേക്ക് വീഡിയോ 44 മിനിറ്റുള്ള ഇപ്പോഴും ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഒറ്റ ടേക്ക് പറഞ്ഞ സംഗതിയാണ്. എനിവേ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.